ഹലോ നമസ്കാരം. നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയും സുധീഷും വേർപിരിയാൻ പോവുകയാണെന്ന് സത്യം ഭാസ്കരൻ അറിയാണ്. എല്ലാത്തിനും ഒടുവിലാണ് അയാൾ ഈ കാര്യം അറിയുന്നത് കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കള്ളത്തരത്തിലാണ് താലി കെട്ടിയത്, അല്ലാതെ തൻ്റെ മകൻ ഒറിജിനൽ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതൊന്നുമല്ല എന്നൊക്കെയുള്ള സത്യം അറിയുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് തൻ്റെ മകനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും യാദൃശ്ചികമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലി കെട്ടിയതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഭാസ്കരൻ അറിയുമ്പോൾ അയാൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ അന്ന് രാത്രി വരുമ്പോൾ കുറേ മദ്യപിച്ചിട്ടാണ് വരുന്നത്. ആ സമയത്ത് അയാളെ കാണുന്നതും ഹരീഷ് ദേഷ്യപ്പെടുകയാണ്. അച്ഛനോട് ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ഈ കൊലത്തിൽ ഈ വീട്ടിലേക്ക് വരരുതെന്ന് എന്ന് പറയാണ്. ഇതെന്താടാ, ദേവാലയമാണല്ലോ, ഇവിടേക്ക് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന് മാത്രം ഒരു നരകമല്ലേ? ആ, നിങ്ങൾ കാരണമാണ് ഈ വീട് നരകമായി തീർന്നത്. നിങ്ങൾ ഞങ്ങളുടെ അമ്മയെ കൊന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെങ്കിലും രക്ഷപ്പെട്ടേനെ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ അമ്മയെ കൊന്ന് ജയിലിൽ പോയില്ലേ എന്ന് പറയണം. എടാ, നീ അധികം ചിലക്കാതെ അകത്ത് പോയി കിടന്നുറങ്ങടാ, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. ആ സമയം നിധിയാണെങ്കിൽ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ കള്ളിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കാരണം അങ്ങോട്ട് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നിധിയോട് നിൽക്കടി അവിടെ എന്ന് പറയാണ്. അപ്പോൾ പേടിയോട് കൂടിയിട്ട് നിധി തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഇങ്ങോട്ട് വന്നത് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് തന്നെയല്ലേ? അന്ന് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതായിരുന്നു. ഇവിടെ റിസപ്ഷനിൽ നടത്തിയപ്പോഴും നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണ്. എന്നിട്ടിപ്പോൾ നിങ്ങൾ ബന്ധം പിരിയാൻ പോകുന്നെന്നോ? നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടില്ലെന്നും അതൊരു നാടകമായിരുന്നെന്നുമാണല്ലോ നീ പറയുന്നത്. അത് സത്യമാണോടി എന്ന് ചോദിക്കണം. എന്തിനാടി ഇങ്ങനെ ഒരു നാടകം കളിച്ച് ഈ വീട്ടിലേക്ക് വന്ന് എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം നിറച്ചത്? എന്നിട്ട് എരുതീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നീ തീ കോരിയിട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകാനോ? അത് നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? ഞാനും സുധീഷും തമ്മിൽ വിവാഹം നടന്നിട്ടില്ല. എനിക്കിപ്പോൾ ഈ വിവാഹത്തിന് താല്പര്യമില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കേണ്ട, അതുകൊണ്ട് ഞങ്ങൾ വേർപിരിയുന്നു, അത്ര തന്നെ എന്ന് പറയണം. ഓ, അതൊക്കെ ശരിയാണ്. മനസ്സിൽ സ്നേഹമുള്ളിടത്തേ അത് ഉണ്ടാവുകയുള്ളൂ. നിൻ്റെ മനസ്സിലൊന്നും സ്നേഹമില്ല. നിൻ്റെയും അവൻ്റെയും മനസ്സിൽ സ്നേഹമോ പ്രണയമോ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് എത്ര നിസ്സാരമായിട്ടാണ് താലി അറുത്ത് മുറിച്ചതിനെ പറ്റിയും ബന്ധം വേർപിരിയുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത്. താലിക്ക് ഒരു മഹത്വമുണ്ട്, അത് നീ മനസ്സിലാക്കണം എന്ന് പറയണം. ഓഹോ, അപ്പോൾ നിങ്ങൾ സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നതോ? നിങ്ങളുടെ 4 മക്കളുടെ അമ്മയല്ലേ അവരെ കൊന്നതിന് എന്ത് മഹത്വമാണ് നിങ്ങൾ കാണുന്നത്? സ്വന്തം അമ്മയെ അവരുടെ സ്വന്തം മക്കളുടെ അമ്മയല്ലേ നിങ്ങൾ കൊന്നത്? ഇത് കേട്ടതും ഭാസ്കറിൻ്റെ തല കുനിഞ്ഞു പോവുകയാണ്. ഇതിനിപ്പോൾ ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടാവും, എന്നാലും എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. നിങ്ങൾ സ്നേഹത്തിൻ്റെയും താലിയുടെയും വില പറയുന്നുണ്ടല്ലോ, അത് പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്ന് ജയിലിലോട്ട് പോയി, എന്നിട്ടിപ്പോൾ ഈ മക്കളുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് നിങ്ങൾ ഒറ്റൊരാളല്ലേ എന്ന് പറയാണ്. അതെ, എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ തന്നെ മോള് വിശ്വസിച്ചോ? എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നീ ഇവിടുന്ന് പോകേണ്ടവളല്ലേ, പോയിക്കോ. എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോ. പക്ഷേ സുധീഷിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങളെല്ലാവരും എന്നും കോമാളികളാണ്. ഇനിയും അങ്ങനെ തന്നെ ആയി തീരട്ടെ. നീ പോയി രക്ഷപ്പെടും ഈ നരകത്തിൽ നിന്ന് എന്ന് പറഞ്ഞ് ഭാസ്കരൻ കട്ടിലേക്ക് വീഴുമ്പോൾ നിധിക്ക് താൻ പറഞ്ഞത് അധികമായി പോയ എന്നൊരു തോന്നലാണ്. അങ്ങനെ നിധി അവളുടെ റൂമിലേക്ക് തിരികെ പോവുകയാണ്. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ രാവിലെ എല്ലാവരും അവരവരുടെ ജോലിക്കായിട്ട് പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ കിച്ചണിലേക്ക് വരുന്നുണ്ട്. ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിനിടയിൽ നിധി പറയാണ് സോറി എന്ന് പറയണേ. എന്തിനാ എന്നോട് സോറി പറയുന്നത്? ഇന്നലെ ഞാൻ കുറച്ചധികം പറഞ്ഞോ എന്നൊരു സംശയം എന്ന് പറയുമ്പോൾ, എല്ലാവരും പറയുന്നതാണ് ഞാൻ എൻ്റെ ഭാര്യയെ ചവിട്ടിക്കൊന്ന് ജയിലിൽ പോയെന്ന്. അത് തന്നെ ശരിയെന്ന് അങ്ങനെ കരുതട്ടെ എന്നാ ഞാനും കരുതിയത് എന്ന് പറയുമ്പോൾ, പക്ഷേ മോളെ, നീയും സുധീഷും എന്തിൻ്റെ പേരിലാണ് പിരിയുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ മകന് നല്ലൊരു ജോലിയില്ല, നല്ലൊരു വീടില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പറയുന്നതല്ല. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് പറയണം. പക്ഷേ അതില്ലെന്ന് കേട്ടപ്പോൾ കുറച്ചു പിടിവിട്ടുപോയി. ഇന്നലെ കുറച്ചധികം മദ്യപിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മോളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. സോറി എന്ന് അയാൾ പറയുമ്പോൾ, അയ്യോ അതൊന്നും വേണ്ട അങ്കിൾ, എന്നാലും ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ മോളെ. ഈ താലി എന്ന് പറയുന്നത് അതിന് വലിയ മഹത്വങ്ങളുണ്ട്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് അതിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പിരിഞ്ഞു പോകുന്നത്. രണ്ടുപേരും വേർപിരിയുമ്പോഴാണ് നിങ്ങൾ എത്ര വലുതായിരുന്നു എന്ന്
മനസ്സിലാക്കുന്നത്. അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയണം. നിങ്ങൾക്ക് ഭാര്യയുടെ മഹത്വവും ആ താലിയുടെ മഹത്വവും ഒക്കെ അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അന്ന് അങ്ങനെ ഒരു ക്രൂരത നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ഭാസ്കരനോട് നിധി. എങ്ങനെ ഒരു ക്രൂരതയെക്കുറിച്ചാണ് നീ പറയുന്നത്? അന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ചവിട്ടിക്കൊന്നത് കൊണ്ടല്ലേ ജയിലിലോട്ട് പോയത്? ആര് പറഞ്ഞു? നാട്ടുകാരും പോലീസുകാരും എല്ലാവരും പറഞ്ഞ കഥയല്ലേ അത്. പക്ഷേ സത്യം അതല്ലെന്ന് ഈ ഭാസ്കരനും എൻ്റെ ഭാര്യയ്ക്കും അറിയാം എന്ന് പറയണം. അവൾ ഒരിക്കലും എന്നെ വെറുക്കില്ല. അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ 4 മക്കളുടെ അമ്മയാണ്. അവളെ ഞാൻ എങ്ങനെ ചവിട്ടിക്കൊല്ലും? ഒരിക്കലും എനിക്കത് ചെയ്യാൻ കഴിയില്ല. എൻ്റെ മക്കളും എല്ലാവരും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. അങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ എന്ന് ഞാനും കരുതി. എന്നിട്ട് പറഞ്ഞുകൊണ്ടൊരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഭാസ്കരൻ അങ്ങോട്ട് പോവുകയാണ്. അയ്യോ, എന്താണ് സംഭവിച്ചത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഭാസ്കരൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്നോട് തുറന്ന് പറഞ്ഞൂടെ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന്? ഈ കുടുംബം ഇങ്ങനെ നരകയാതന അനുഭവിക്കേണ്ടവരല്ല നിങ്ങളൊന്നും. എന്തിനാ സത്യം മറച്ചു വെക്കുന്നത് എന്ന് ചോദിക്കണം. അത് വലിയൊരു കഥയാണ്. ചിലപ്പോൾ സത്യം ഞാൻ മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ മറ്റു ചിലർ ജയിലിൽ പോകേണ്ടി വരുമോ എന്ന് ഭയമായിരുന്നു എന്ന് പറയണം. എൻ്റെ കുട്ടികൾക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ ജയിലിൽ കിടന്നാലും സുഭാഷ് മറ്റുള്ളവരെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പോയത് എന്ന് കണ്ണീരോട് കൂടിയിട്ട് അയാൾ പറയുന്നുണ്ട്. എന്താ അന്ന് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അന്ന് അങ്ങനെ നികേഷിനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് ഒരു സംഭവം നടന്നത്. ചവിട്ടിക്കൊന്നത് ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നെന്ന് നാട്ടുകാരൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു തൃപ്തിയായിരുന്നു. എൻ്റെ ഭാര്യയെ ഒന്ന് നുള്ളി നോവിക്കുക പോലും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ചെറുതായിട്ടൊക്കെ മദ്യപിക്കും, അതിനപ്പുറം ഞാൻ വേറൊന്നും ഈ വീട്ടുകാരെ ആരെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. സുഭാഷിനെ കുറിച്ചൊക്കെ പ്രായമുണ്ട്. അവന് വകതിരിവും ബുദ്ധിയും എല്ലാം തിരിച്ചറിയുന്ന ഒരു പ്രായമാണ്. മറ്റുള്ളവരൊക്കെ ചെറുതാണ്. അമ്മയുടെ സഹായമില്ലാതെ ഒന്നിനും പറ്റില്ല. അങ്ങനെ ഒരു ലെവലായിരുന്നു. അങ്ങനെ ഒരു ദിവസം നികേഷിന് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അസുഖമൊക്കെ വന്നു. ആ ഒരു സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന ആ സമയത്ത് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ആ സമയത്ത് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഭാര്യ പത്മ. ആ സമയത്ത് ഞാൻ അവളോട് അത് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു പിടിക്കുന്നുണ്ടെങ്കിലും മക്കൾക്ക് പിന്നെ ആരാ വെച്ചുണ്ടാക്കുക, ഞാനല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്വയം ഭക്ഷണമൊക്കെ പാചകം ചെയ്യായിരുന്നു. സുഭാഷിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ കുറച്ച് എണ്ണ പോയിരുന്നു. അത് ഞാനോ അവളോ കണ്ടില്ല. എണ്ണയിൽ ചവിട്ടിയതും അവൾ അങ്ങ് തലയിടിച്ച് വീഴുകയാണ്. നേരെ അമ്മിക്കല്ലിലാണ് അവളുടെ തലയിടിച്ചത്. അതോടുകൂടി ആ സമയം തന്നെ അവളുടെ ബോധം പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ആകെ ബഹളമായിരുന്നു. അവളെ ഞാൻ പിടിച്ചു കുലുക്കുന്നത് കണ്ടുകൊണ്ടാണ് അവിടെ എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അയാൾ വന്നത്. അവൾ എത്രയായിട്ടും കണ്ണു തുറന്നില്ല. തലയിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും പുറത്തേക്ക് വന്നില്ല. കണ്ടതിനൊക്കെ അയാൾ എന്നോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ ആയത് കാരണം ഞാൻ ഭാര്യയെ ചവിട്ടിക്കൊന്നെന്ന് അപ്പം തന്നെ നാട് നീളെ വിളിച്ചു പറഞ്ഞു. അതും എല്ലാവരും വിശ്വസിച്ചു. എൻ്റെ ഭാര്യ പെട്ടെന്ന് മരിക്കാൻ കാരണം അതാണെന്നും വിശ്വസിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാൻ കൊന്നതാണെന്ന് വരുത്തി തീർത്തു. അങ്ങനെ ഞാൻ ജയിലിൽ പോയി. ഇതൊന്നും അറിയില്ലായിരുന്നു ആർക്കും. ഞാൻ ഒരിക്കലും എൻ്റെ പത്മയെ കൊല്ലില്ല. അവൾ എനിക്ക് ജീവനായിരുന്നു. എൻ്റെ മക്കളുടെ പൊന്നമ്മയായിരുന്നു അവൾ. അവളില്ലാത്തൊരു ലോകം എനിക്ക് ഇരുട്ട് മൂടിയതായിരുന്നു. ജയിലിൽ തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നി. പിന്നെ എതിർത്തില്ല, എല്ലാം അങ്ങ് സമ്മതിച്ചു എന്നിങ്ങനെ കണ്ണീരോട് കൂടിയിട്ട് ഇങ്ങനെ പറയണം. നിധിയുടെ മുൻപിൽ കൈ കൂപ്പിയിട്ടാണ് പറയുന്നത്. ഇതൊന്നും ഒരിക്കലും ആരോടും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ പറഞ്ഞു പോവുകയാണെന്ന് പറയുന്നുണ്ട്. മോളെ, നീ ഈ വീട്ടിൽ ഉണ്ടാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിൻ്റെ സുധീഷിൻ്റെ അമ്മ, അവരുടെ ആത്മാവും ഈ വീട്ടിലുണ്ട്. അതെനിക്ക് അറിയാം. അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ഈ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടാകണമെന്ന്. നീ ഇവിടുന്ന് ഇപ്പോൾ പോവുകയാണെന്ന് കേട്ടപ്പോൾ, ഈ ബന്ധം പിരിയുകയാണെന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നി എന്ന് പറയണം. ഇനി മോളുടെ ഇഷ്ടം. അങ്ങനെ ഭാസ്കരൻ മനസ്സിലാ ഒരു നന്മയും സ്നേഹമൊക്കെ തൻ്റെ മക്കളോടുള്ള കരുതലൊക്കെ മനസ്സിലാക്കുകയാണ് നിധി. അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. താൻ ഒരിക്കലും ഈ വിവാഹം ആഗ്രഹിച്ചതല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് നിധി. ഇല്ല, താൻ ഒരിക്കലും ആഗ്രഹിച്ച വിവാഹമല്ലല്ലോ. എനിക്ക് ഇവിടുന്ന് പോയേ മതിയാവും. മറ്റുള്ളതൊന്നും എനിക്ക് ഓർക്കണ്ട. ഈ വീട്ടിൽ കുറച്ച് നല്ല നാളുകൾ ഞാൻ താമസിച്ചു. അതിലപ്പുറം മറ്റൊരു ബന്ധവുമില്ല. അങ്ങനെ നിധി തൻ്റെ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്നാലും അവൾക്ക് ആ വീട് വിട്ടുപോകാനോ ആ അച്ഛനെയും കൂടപ്പിറപ്പുകളെയും വിട്ടുപോകാനോ ആവാതെ നിധി വീണ്ടും അവിടെ തന്നെ കുടുങ്ങിക്കിടക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. പോകെ പോകെ ഭാസ്കരൻ എന്ന ആ അച്ഛനെ അവൾ നന്നാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ കൂടെ എപ്പോഴും നിധി ഉണ്ടാകും. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛൻ കേൾക്കുമോ എന്ന് നിധി സ്വന്തം മോളെ പോലെ ചോദിക്കുന്നുണ്ട്. എന്താ എൻ്റെ പൊന്നുമോൾ പറഞ്ഞു എന്ന് ചോദിക്കണം. ഈ വീട്ടിൽ ആരെക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്ക് നിന്നെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ മദ്യപാനം കൂടി അങ്ങ് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പറയരുത് മോളെ. എൻ്റെ മനസ്സിലെ സങ്കടവും ദേഷ്യവും വെറുപ്പും എല്ലാം മറക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല അച്ഛാ. അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ നോക്കണം.
അല്ലാതെ മരിച്ചു പോയവരെ ഓർത്തിട്ട് ഇങ്ങനെ ചെയ്യുകയല്ല വേണ്ടത്. മക്കൾക്ക് വേണ്ടിയെങ്കിലും അച്ഛൻ നല്ലവനാകണം എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ കോമാളി വേഷം കെട്ടിയിട്ട് എന്തിനാണ്? എത്രയൊക്കെ നന്നായാലും ഈ ഭാസ്കരൻ ജയിൽ പുള്ളിയായിട്ട് തന്നെയല്ലേ എല്ലാവരും കാണുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവരങ്ങനെ കാണട്ടെ, നമ്മളത് ചെയ്തിട്ടില്ലെന്ന കാര്യം നമുക്കറിയാലോ, പിന്നെ മറ്റാരും എന്ത് പറഞ്ഞാലും നമുക്കെന്താ എന്ന് പറഞ്ഞ് നിധി ഭാസ്കരനെ പതിയെ പതിയെ മാറ്റുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.